കേരളത്തിന്റെ 79ാമത് സംസ്ഥാന ബജറ്റ് വെള്ളിയാഴ്ച നിയമസഭയിൽ അവതരിപ്പിക്കുമ്പോൾ സംസ്ഥാനമൊട്ടാകെ വലിയ പ്രതീക്ഷകളാണ് ഉയരുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബജറ്റ് എന്ന നിലയിൽ ഇത് രാഷ്ട്രീയമായും സാമ്പത്തികമായും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ, ജനക്ഷേമ പദ്ധതികൾ, സാമ്പത്തിക പുനഃസംഘടന, അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കേരള ജനത. സർക്കാർ പ്രഖ്യാപിച്ച 4 ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾക്ക് ബജറ്റിലൂടെ സാമ്പത്തിക പിന്തുണയും നടപ്പാക്കൽ രൂപരേഖയും ലഭിക്കുമെന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ നിരീക്ഷകർ പങ്കുവയ്ക്കുന്നത്. സ്ത്രീകൾ, വയോജനങ്ങൾ, തൊഴിലാളികൾ, സാമ്പത്തികമായി പിന്നോക്ക വിഭാഗങ്ങൾ എന്നിവരെ ലക്ഷ്യമിട്ട് കൂടുതൽ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെടാനും സാധ്യതയുണ്ട്. സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിനും ജനങ്ങളുടെ ജീവിത ചെലവിന്റെ ഭാരം കുറയ്ക്കുന്നതിനുമായി പുതിയ ധനസഹായ പദ്ധതികൾ ഉൾപ്പെടുത്തുമെന്ന പ്രതീക്ഷയും ശക്തമാണ്. ആരോഗ്യ മേഖലയിലും സുപ്രധാന പ്രഖ്യാപനങ്ങൾ ബജറ്റിന്റെ ഭാഗമാകുമെന്നാണ് സൂചനകൾ. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രഖ്യാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ സജീവ ചർച്ചയായിട്ടുണ്ട്. സാധാരണക്കാരായ കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ കൂടുതൽ സംരക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെ ഈ പദ്ധതി രൂപകൽപ്പന ചെയ്യപ്പെടുമെന്നാണ് കരുതുന്നത്. സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും സർക്കാർ ആശുപത്രികളുടെ സേവന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി പ്രത്യേക പാക്കേജുകളും പ്രഖ്യാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളാണ് മറ്റൊരു പ്രധാന ആകർഷണം. സാമൂഹിക സുരക്ഷാ പെൻഷൻ വർധന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വ്യക്തമായി തീരുമാനം ഉണ്ടാകുമോ എന്നാണ് ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾ ഉറ്റുനോക്കുന്നത്. നിലവിൽ ഏകദേശം 62 ലക്ഷം പേരാണ് വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നത്. പ്രതിമാസ ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്തുമെന്ന ആവശ്യം ഏറെ നാളായി ഉയരുന്ന സാഹചര്യത്തിൽ ഈ ബജറ്റിൽ അത് സംബന്ധിച്ച് പ്രഖ്യാപനം ഉണ്ടാകുമോ എന്നത് ശ്രദ്ധേയമായ ചോദ്യമായി തുടരുകയാണ്. ബജറ്റ് അവതരണത്തിനും ചരിത്രപരമായ പ്രത്യേകതകളുണ്ട്. മുഖ്യമന്ത്രിയായിരിക്കെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിച്ച ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രി R. ശങ്കറാണ്. പിന്നീട് ഉമ്മൻചാണ്ടിയും മുഖ്യമന്ത്രിയായിരിക്കെ ബജറ്റ് അവതരിപ്പിച്ചിരുന്നു. അന്ന് ധനമന്ത്രി KM മാണി രാജിവെച്ചതിനെ തുടർന്നാണ് ധനവകുപ്പ് ഏറ്റെടുത്ത ഉമ്മൻചാണ്ടി ബജറ്റ് അവതരിപ്പിച്ചത്. ഇപ്പോൾ ധനവകുപ്പ് മുഖ്യമന്ത്രി VD സതീശന്റെ കീഴിലായതിനാൽ അദ്ദേഹമാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇക്കാര്യത്തിൽ VD സതീശൻ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തനാകുന്നു. ആദ്യമായാണ് അദ്ദേഹം മന്ത്രിസഭയിലെ അംഗമാകുന്നതും മുഖ്യമന്ത്രിയാകുന്നതും. അതിനാൽ ധനകാര്യ ഭരണത്തിലും ബജറ്റ് അവതരണത്തിലും മുൻപരിചയമില്ലാത്ത ഒരാളെന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അധികാരമേറ്റതിനു ശേഷം 1 മാസം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റ് അവതരണം രാഷ്ട്രീയ നിരീക്ഷകരും സാമ്പത്തിക വിദഗ്ധരും പ്രത്യേക ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കുന്ന രണ്ടാമത്തെ പറവൂർ സ്വദേശി എന്ന ബഹുമതിയും VD സതീശന് സ്വന്തം. മുൻ ധനമന്ത്രിയും പ്രമുഖ രാഷ്ട്രീയ നേതാവുമായ KT ജോർജാണ് ഈ നേട്ടത്തിൽ ആദ്യ സ്ഥാനത്തുള്ളത്. അതിനാൽ ചരിത്രപരമായും ഈ ബജറ്റിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. സാമ്പത്തിക രംഗത്ത് വലിയ വെല്ലുവിളികളാണ് പുതിയ സർക്കാരിന് മുന്നിലുള്ളത്. മുൻ സർക്കാർ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിച്ച സാഹചര്യത്തിൽ വിവിധ പദ്ധതികൾക്കായി അനുവദിച്ച തുകകളിൽ വൻതോതിലുള്ള മാറ്റങ്ങൾ ഉടൻ വരുത്തുക പ്രായോഗികമല്ല. എന്നിരുന്നാലും പദ്ധതികളുടെ മുൻഗണനാക്രമം പുനഃപരിശോധിക്കുകയും ചെലവ് കാര്യക്ഷമത ഉറപ്പാക്കുകയും ചെയ്യുന്ന നടപടികൾ ബജറ്റിൽ പ്രതിഫലിക്കുമെന്നാണ് വിലയിരുത്തൽ. ജനങ്ങൾക്ക് നേരിട്ടും ഗുണം ചെയ്യുന്ന പദ്ധതികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സമീപനം സർക്കാർ സ്വീകരിച്ചേക്കും. അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളിൽ നിർണായക മാറ്റങ്ങൾക്കും സാധ്യതയുണ്ട്. കിഫ്ബി മുഖേന നടപ്പാക്കിയ ധനശേഖരണ രീതികളും പദ്ധതികളുടെ സാമ്പത്തിക ഘടനയും പുനഃപരിശോധിക്കപ്പെടുമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കിഫ്ബി എടുക്കുന്ന വായ്പകൾ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിലവിലുള്ള ധനകാര്യ മാതൃകകളെ ബാധിച്ച സാഹചര്യത്തിൽ പുതിയ വഴികൾ സർക്കാർ തേടിയേക്കും. കിഫ്ബിയുടെ പ്രവർത്തന രീതിയിൽ ഘടനാപരമായി മാറ്റങ്ങൾ ഉൾപ്പെടുത്തുന്ന അഴിച്ചുപണിക്കും സാധ്യതയുണ്ടെന്നാണ് സൂചന. സംസ്ഥാന വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികളും ബജറ്റിൽ പ്രധാനമായി പ്രതിഫലിക്കുമെന്നാണ് പ്രതീക്ഷ. നികുതി പിരിവ് കൂടുതൽ കാര്യക്ഷമമാക്കുക, നികുതി ചോർച്ച തടയുക, GST വിഹിതം കൃത്യമായി നേടിയെടുക്കുന്നതിനുള്ള നിയമഭരണ നടപടികൾ ശക്തമാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കുന്നതിനൊപ്പം വികസന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വരുമാന ഉറവിടങ്ങൾ കണ്ടെത്തുന്നതിനും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകുമെന്നാണ് കരുതുന്നത്. ഗതാഗത മേഖലയിലും ജനങ്ങൾക്ക് നേരിട്ട് ഗുണം ചെയ്യുന്ന പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിക്കപ്പെടുന്നു. നിലവിൽ KSRTC ഓർഡിനറി സർവീസുകളിൽ സ്ത്രീകൾക്ക് അനുവദിച്ചിരിക്കുന്ന സൗജന്യ യാത്രാ പദ്ധതി ഫാസ്റ്റ് പാസഞ്ചർ സർവീസുകളിലേക്കും വ്യാപിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുന്നുണ്ട്. സ്വകാര്യ ബസ്സുകളിലേക്കും ഈ പദ്ധതി വ്യാപിപ്പിക്കാനുള്ള സാധ്യതകൾ ബജറ്റിൽ പരാമർശിക്കപ്പെടാനാണ് സാധ്യത. ഇത് നടപ്പായാൽ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വനിതാ യാത്രക്കാർക്ക് വലിയ ആശ്വാസമാകും. ഗതാഗത വികസനത്തിന്റെ ഭാഗമായി പുതിയ അതിവേഗ റെയിൽ പദ്ധതിയെക്കുറിച്ചുള്ള പ്രഖ്യാപനങ്ങളും ബജറ്റിൽ ഇടം പിടിച്ചേക്കാം. സംസ്ഥാനത്തിന്റെ വടക്ക് മുതൽ തെക്ക് വരെയുള്ള യാത്രാസമയം കുറയ്ക്കുകയും സാമ്പത്തിക വികസനത്തിന് പുതിയ വേഗത നൽകുകയും ചെയ്യുന്ന പദ്ധതികൾക്ക് പ്രാഥമിക രൂപരേഖ പ്രഖ്യാപിക്കുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നു. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അധികാരത്തിലെത്തിയ UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് കേരളത്തിന്റെ ഭാവി വികസന ദിശ നിർണ്ണയിക്കുന്ന സുപ്രധാന രേഖയായി മാറുകയാണ്. ക്ഷേമ പദ്ധതികളും വികസന കാഴ്ചപ്പാടുകളും സാമ്പത്തിക അച്ചടക്കവും ഒരുപോലെ സമന്വയിപ്പിക്കുന്ന ബജറ്റായിരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വെള്ളിയാഴ്ച നിയമസഭയിൽ ലഭിക്കും. ജനക്ഷേമവും സാമ്പത്തിക പുനരുജ്ജീവനവും ഒരുപോലെ ലക്ഷ്യമിടുന്ന പ്രഖ്യാപനങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് കേരളം.
ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.